അസ്സലാമലൈക്കും മക്കളെ, സുഖനല്ലേ? ഇന്ന് നമുക്ക് നല്ല ബീഫിന്റെ കടുമ്പാക്കാൻ വിചാരിച്ച് തേങ്ങ വറുക്കുന്ന അരക്കാൻ വേണ്ടിട്ട് എണ്ണ ഒഴിക്കുന്ന ഇതാ. കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് മഞ്ഞപ്പൊടി, ഒരു മുറി തേങ്ങ, ഒരു സ്പൂണ് മഞ്ഞപ്പൊടി, ഒരു സ്പൂണ് ചെറിയ ജീരകം, ഒരു സ്പൂൺ നന്നായി വറുക്കാം. തേങ്ങ വറുക്കുന്നതിന് മക്കളെ ഇതാ ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 6 ഉണ്ടാവും ചെറിയ ഉള്ളി, അതിട്ടിട്ട് നന്നായി ഒന്ന് വറുക്കുന്നുണ്ട്. നല്ല പൊരിയട്ടെ വറുത്തിട്ട്. പിന്നെ കടുകിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി വറുത്തരച്ചിട്ട് കറി വെച്ചാൽ. നമ്മൾ തേങ്ങ വറുക്കുന്നതിൽ കുറച്ച് കറിവേപ്പ് ഇടാം നമുക്ക്. എന്നിട്ട് നന്നായി ഒന്ന് വറുക്കാം. നമ്മുടെ തേങ്ങ നന്നായി പിന്നെ പൊരിഞ്ഞ് മക്കളെ. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടി ചേർക്കാനുണ്ട്. കുറച്ച് മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇത് വറുക്കാം. വറുത്ത തേങ്ങ ഞാനിപ്പോൾ അരക്കുന്നുണ്ട്. വറുത്ത തേങ്ങ നന്നായി ഇത് പൊടിച്ചു. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളെ വറുത്തരച്ച് അടിപൊളി ആയി വറുത്തരച്ചു മക്കളെ. നമ്മളെ ബീഫ് വറുത്തരച്ച കറിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, നീരുള്ളി എല്ലാം ഇടുന്നുണ്ട്. തക്കാളി ഇടുന്നുണ്ട്. ബീഫിലേക്ക് എല്ലാം ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടിയെല്ലാം ഇടാം. ഒരു സ്പൂൺ ഉപ്പിട്ട് മല്ലിപ്പൊടി ഇട്ട്, കുരുമുളക് ഇട്ട്, എല്ലാം ഓരോരോ സ്പൂൺ ഇട്ട്, മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട്, മുളക് പൊടി ഇടുന്നുണ്ട് 2 സ്പൂണ്. എല്ലാം കൂടി ഒന്ന് അടുപ്പത്ത് വെക്കാം. നമുക്ക് കുക്കറിൽ എല്ലാം ഒന്നായിട്ട് ആക്കി അടുപ്പത്തിലേക്ക് വെക്കാം. നമുക്ക് ബീഫ് അടുപ്പത്തേക്ക് വെക്കാം. നന്നായി വേവട്ടെ മക്കളെ. നമുക്കിത് കടുമ്പിന് കുഴച്ചെടുക്കാം. നന്നായി ഇത് കുഴച്ച് പത്തിൻ്റെ കുഴക്കും പോലെ കുഴക്കണം കടുമ്പിന്. മക്കളെ നമ്മളിതാ കടുമ്പിന് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്ത് പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടിയിട്ട് അപ്പച്ചമ്പ് പാത്രത്തിൽ ഇടാം. മക്കളെ നമ്മളെ ബീഫ് കടുമ്പ് ഇതാ ഇവിടെ റെഡിയായി. അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൽ വെക്കാൻ വേണ്ടി ഞാൻ പോന്ന് സെറ്റായി. ഇതാ മക്കളെ, ഇതാ ഞാൻ ഗ്യാസ് അടുപ്പിൽ നമ്മളെ കടുമ്പ് അടുപ്പത്ത് വെക്കുന്നുണ്ട്. വേവട്ടെ. ബീഫ് നല്ലതായി വെന്ത് ഇത് അടിപൊളിയായി വെന്ത് ബീഫ്. ഇനി നമുക്ക് തേങ്ങ വറുത്തരച്ചത് അതിലേക്ക് ചേർക്കാം. കുറച്ചതിൽ അരച്ചതിന് ശേഷം വെള്ളവും കൂട്ടിയിട്ട് ആക്കാം. കുറച്ച് വെള്ളവും കൂടി പോർന്ന് അടിപൊളിയായി നന്നായി തിളക്കട്ട് കറി. നല്ല ഇത് തിളക്കും വന്നിട്ട് വേണം കറിവേപ്പിടാൻ വേണ്ടിയിട്ട്. മക്കളെ നമ്മളെ ബീഫ് കറി വറുത്തരച്ച ബീഫ് കറി റെഡിയായി. അതിലേക്ക് ഞാൻ കറിവേപ്പ് ഇടുന്നുണ്ട്. കറിവേപ്പ് ഇട്ടിട്ട് നന്നായി തിളക്കട്ട് അടിപൊളിയായി. മക്കളെ നമ്മളിത് അടിപൊളി ബീഫ് കടുമ്പിന് കടുമ്പ് റെഡിയായി. ഇവിടെ ഇത് ഇറക്കി വെക്കുന്ന ഞാൻ കടുമ്പ് റെഡിയായി. നമ്മുടെ ബീഫ് റെഡിയായി മക്കളെ. കറി വറുത്തരച്ച കറി റെഡിയായി. അതിലേക്ക് നമുക്ക് കടുമ്പ് ഇടാം.
ഇതിലേക്ക് കടുമ്പ് നമുക്ക് ഇടാം. നന്നായി എന്നിട്ട് ഇത് ഇളക്കാം. കുറച്ചും കൂടി വറ്റണം. ഇത് കുറുകിയിട്ട് വരണമല്ലോ ഈ കടുമ്പ്. ബീഫിൽ തന്നെ നല്ല കറിയിൽ തന്നെ ഒന്ന് കുറുകിയിട്ട് വരട്ടെ. മക്കളെ നമ്മളിതാ ബീഫിൻ്റെ നല്ല വറുത്തരച്ച കടുമ്പ് റെഡിയായി. ഞാൻ ഇതാ പാത്രത്തിലേക്ക് മാറ്റുന്നു. അടിപൊളി നല്ല സൂപ്പറായിന്. കുറച്ചധികം ഉണ്ടാക്കിയിനി. ഇതാ ബീഫും കടുമ്പും ഇതാ അടിപൊളിയായി നമ്മൾ കഴിക്കാനിരുന്നു. നല്ല കട്ടൻ ചായയും കടുമ്പും അടിപൊളിയായിന്. പിന്നെന്ത് മക്കളെ സുഖമല്ല എല്ലാവർക്കും. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം മക്കളെ. പിന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.